തെരഞ്ഞെടുപ്പിൽ LDF-ന് നല്ല ആത്മവിശ്വാസമുണ്ടെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. പ്രധാനമന്ത്രി ഇവിടെ താമസിച്ചാലും കുഴപ്പമില്ലെന്നും ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു. എറണാകുളം ലെനിൻ സെന്ററിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സാലി മുഹമ്മദ് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സാലി, ഇന്നു മുതൽ ഏറ്റവും പ്രധാനപ്പെട്ട ദേശീയ നേതാക്കൾ എല്ലാവരും കേരളത്തിൽ എത്തിയിട്ടുണ്ട്. പ്രചാരണ രംഗത്ത് വളരെ സജീവമാണ്. പ്രത്യേകിച്ച് ഇടതുമുന്നണിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഓരോരുത്തരും വിവിധയിടങ്ങളിൽ ഇപ്പോൾ BJP-ക്കും കേന്ദ്ര സർക്കാരിനും ഒപ്പം തന്നെ വിഷയങ്ങളിൽ കൃത്യമായ നിലപാടെടുക്കാത്ത കോൺഗ്രസിനുമെതിരെ ശക്തമായ ഭാഷയിൽ ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യമാണ്. ഈ നേതാക്കൾ ഓരോരുത്തരും പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെ, അതിനൊപ്പം നിന്നുകൊണ്ട് ഇപ്പോൾ കേരളത്തിൽ ഗോവിന്ദ മാസ്റ്റർ അടക്കമുള്ള നേതാക്കൾ ആത്മവിശ്വാസം ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു എന്ന് കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. ഇന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഇന്ന് കൊച്ചിയിൽ ചേർന്നിരുന്നു. അതിനുശേഷം യോഗത്തിന് ശേഷം ഇറങ്ങിയ ഗോവിന്ദ മാസ്റ്റർ മാധ്യമങ്ങളോട് പ്രതികരിച്ചപ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരമായി അദ്ദേഹം പറഞ്ഞതാണ്, LDF ആത്മവിശ്വാസം ഉണ്ടോ എന്ന് ചോദിച്ചാൽ നല്ല ആത്മവിശ്വാസം ഉണ്ടോ. പ്രധാനമന്ത്രി ഇവിടെ 2 യോഗങ്ങളിൽ ഇന്ന് പ്രസംഗിക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ചാൽ പ്രധാനമന്ത്രി ഇവിടെ താമസിച്ചാലും കുഴപ്പമില്ല എന്ന് പ്രതികരിച്ച് അദ്ദേഹം മടങ്ങുകയും ചെയ്തു. പ്രധാനപ്പെട്ട ഒരു യോഗമാണ് ഇന്ന് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആയി കൊച്ചിയിൽ നടന്നത്. പാർട്ടി പോളിറ്റ് ബ്യൂറോ മെമ്പർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ എല്ലാവരും യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. പ്രചരണത്തിന്റെ വിഷയങ്ങളാണ്, ഓരോ മണ്ഡലത്തിന്റെയും നിലവിലുള്ള സാഹചര്യങ്ങളാണ് ഇന്നത്തെ സെക്രട്ടേറിയറ്റ് വിലയിരുത്തിയത്. ഒപ്പം തന്നെ ദേശീയ നേതാക്കളുടെ ഒരു സാന്നിധ്യമാണ് ഇന്നത്തെ പ്രചരണ രംഗത്തെ ഏറ്റവും സവിശേഷമായ ഒരു സാഹചര്യം എന്ന് പറയുന്നത്. നമുക്കറിയാം, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൃശ്ശൂരിൽ ഇന്ന് രാവിലെ ഉച്ചയ്ക്ക് മുമ്പ് പ്രസംഗിച്ചു. ഇനി തിരുവനന്തപുരം അദ്ദേഹത്തിന്റെ പൊതുയോഗം, NDA-യുടെ പൊതുയോഗമുണ്ട്. ഒപ്പം രാഹുൽ ഗാന്ധി വയനാട്ടിൽ പ്രചരണ രംഗത്തുണ്ട്. ഒപ്പം ഇടത് നേതാക്കൾ പ്രധാനപ്പെട്ട സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, വൃന്ദ കാരാട്ട്, സുഭാഷിണി അലി തുടങ്ങിയ നേതാക്കളെല്ലാം ഇന്ന് സംസ്ഥാനത്തുണ്ട്, പ്രചരണ രംഗത്തുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടി ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി കാസർഗോഡ് മണ്ഡലത്തിലാണ് ഇന്ന് പ്രചരണ യോഗങ്ങളിൽ പങ്കെടുക്കുന്നത്. പ്രകാശ് കാരാട്ട് തിരുവനന്തപുരത്ത്, പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായ വൃന്ദ കാരാട്ട് കണ്ണൂരിൽ, സുഭാഷിണി അലി പാലക്കാട്. അങ്ങനെ വിവിധ കേന്ദ്രങ്ങളിൽ ഇടത് നേതാക്കളും വിവിധ പാർട്ടികളുടെയും ദേശീയ നേതാക്കൾ ഇന്ന് പ്രചരണ രംഗത്ത് സജീവമായി എന്നുള്ളതാണ്. ഇനി ഒരാഴ്ചയിലധികമുള്ളൂ പ്രചരണത്തിന് കേരളത്തിൽ സമയമുള്ളൂ. അതുകൊണ്ട് തന്നെ പ്രചരണം കൊഴുക്കുകയാണ് എന്ന് പറയാം. പരമാവധി ആളുകളെ എല്ലാ യോഗങ്ങളിലും പങ്കെടുപ്പിക്കാൻ മുന്നണി നേതാക്കൾ ഒക്കെ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ജനക്കൂട്ടം ഈ യോഗങ്ങളിലേക്കൊക്കെ എത്തുന്നുമുണ്ട്. അപ്പോ ഇപ്പോ ഒടുവിലത്തെ സാഹചര്യത്തിൽ പ്രചരണം അങ്ങനെ പൂർണ്ണമായും കൊഴുക്കുന്നു എന്ന് തന്നെ പറയാം. നേതാക്കൾ ആത്മവിശ്വാസത്തിലാണ്. അതാണ് ഗോവിന്ദ മാസ്റ്ററുടെ പ്രതികരണത്തിൽ നിന്നും മനസ്സിലാക്കാവുന്നത്. ശരി സാലി. സാലി മുഹമ്മദാണ് കൊച്ചിയിൽ നിന്നും സമഗ്ര വിവരങ്ങൾ നൽകിയത്.